എന്നും ചെറുപ്പമായിട്ടിരിക്കണമെന്ന് എല്ലാവരുടെയും ആഗ്രഹമാണ്. പലപ്പോഴും വാട്സപ്പിലൊക്കെ നമുക്ക് ടെലിമെഡിസിൻ അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് ആൾ നേരിട്ട് വരുമ്പോൾ ആ ഡിസ്പ്ലേ പിക്ചറിൽ ഇട്ടിരിക്കുന്ന ആളേ അല്ല നേരിട്ട് കാണുമ്പോൾ. ഡിസ്പ്ലേ പിക്ചറിൽ ആൾ നല്ല സുന്ദരനായിട്ട് അല്ലെങ്കിൽ സുന്ദരിയായിട്ട് മുടിയൊക്കെ നല്ല കറുപ്പിച്ച് നല്ല യൗവനം തുളുമ്പുന്ന എന്നും ചെറുപ്പമായിട്ടിരിക്കണമെന്ന് എല്ലാവരുടെയും ആഗ്രഹമാണ്. പലപ്പോഴും വാട്സപ്പിലൊക്കെ നമുക്ക് ടെലിമെഡിസിൻ അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് ആൾ നേരിട്ട് വരുമ്പോൾ ആ ഡിസ്പ്ലേ പിക്ചറിൽ ഇട്ടിരിക്കുന്ന ആളേ അല്ല നേരിട്ട് കാണുമ്പോൾ. ഡിസ്പ്ലേ പിക്ചറിൽ ആൾ നല്ല സുന്ദരനായിട്ട് അല്ലെങ്കിൽ സുന്ദരിയായിട്ട് മുടിയൊക്കെ നല്ല കറുപ്പിച്ച് നല്ല യൗവനം തുളുമ്പുന്ന മുഖമായിട്ടായിരിക്കും പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ നേരിട്ട് വന്ന് കാണുമ്പോൾ സ്ഥിതി ആകെ മാറി. ഒരു 10-50 വയസ്സെങ്കിലും കഴിഞ്ഞിട്ടുള്ള യൗവനമൊക്കെ മാറിയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും. പലപ്പോഴും നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പല റീൽസിലും ട്രോൾസിലും ഒക്കെ അങ്ങനെ കാണാറുമുണ്ട്. അപ്പോൾ അത് അദ്ദേഹം തന്നെയാണോ അതോ അദ്ദേഹത്തിൻ്റെ അമ്മയോ അച്ഛനോ ആണോ ഈ പിക്ചറിലുള്ളത് എന്ന് പോലും സംശയിക്കുന്ന രീതിയിലാണ് പലപ്പോഴും ഈ ഡിസ്പ്ലേ പിക്ചറും പ്രൊഫൈൽ പിക്ചറും ആളുടെ യഥാർത്ഥ രൂപവും തമ്മിലുള്ള അന്തരം. അപ്പോൾ ഈ ചെറുപ്പമായിട്ടിരിക്കാനായിട്ട് നമ്മൾ ഈ ക്രീമുകളോ അല്ലെങ്കിൽ ബാക്കി എന്തെങ്കിലും സപ്ലിമെൻറ്റ്സോ ഒക്കെ ഇങ്ങനെ നമ്മൾ പരസ്യത്തിൽ കണ്ട് ഇങ്ങനെ വാങ്ങിച്ച് കൂട്ടി കഴിക്കുന്നതിലൊന്നും ഒരു കാര്യമില്ല. അതിന് കൃത്യമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്, ചില ചിട്ടകളുണ്ട്, നമ്മൾ ഒഴിവാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഏറ്റവും പ്രധാനം ദുശീലങ്ങളായിട്ടുള്ള പുകവലി, മദ്യപാനം, പിന്നെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള ലഹരികളും പല രീതിയിൽ വളരെ സുലഭമായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ലഹരിയുടെ ഉപയോഗം നമ്മുടെ പ്രായത്തെ കൂടി ഒരു 10-20 വർഷം കൂട്ടി തരാനായിട്ട് കാരണമാകും എന്നുള്ളത് എല്ലാവർക്കും അറിയാം. എന്നാലും പലപ്പോഴും ഇതിനൊക്കെ അടിപ്പെട്ട് പോകുന്നവർ ഒരുപാട് പേരുണ്ട്. നമ്മുടെ ചെറുപ്പക്കാർ തന്നെയാണെങ്കിലും ഒരുപാട് പേര് ഇപ്പോഴും സിഗരറ്റ് വലിയും മദ്യപാനവും ഒക്കെയായിട്ട് നടക്കുന്നവരുണ്ട്. അപ്പോൾ നമുക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ വരുമ്പോഴും ഈ പറഞ്ഞ ചെറുപ്പം എന്ന് പറയുന്ന ആ ഒരു സംഗതി നമുക്ക് നഷ്ടമാകും. പ്രത്യേകിച്ചും ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആയിട്ടുള്ള ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രോൾ തുടങ്ങിയുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ നമുക്ക് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളോ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളോ അലർജി മൂലമുണ്ടാകുന്ന സ്കിന്നിലെ ചൊറിച്ചിൽ അല്ലെന്നുണ്ടെങ്കിൽ റാഷസ്, കരുവാളിപ്പ് തുടങ്ങിയ പ്രശ്നങ്ങളോ അമിതവണ്ണമോ ഒക്കെ നമുക്ക് വെയിറ്റ് കൂട്ടാനായിട്ടും അതുവഴി പ്രായം കൂട്ടി കാണിക്കാനായിട്ടും കാരണമാകും. അപ്പോൾ വെയിറ്റ് കുറയ്ക്കാനായിട്ടുള്ള മാർഗങ്ങൾ കൃത്യമായിട്ട് നമ്മൾ നോക്കണം. വെയിറ്റ് കുറഞ്ഞില്ലെങ്കിൽ പോലും ഒരു പോയിൻ്റ് പോലും കൂട്ടാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ മുടി എന്ന് പറയുന്നത് വലിയൊരു ഘടകമാണ്. അപ്പം മുടി കൊഴിച്ചിൽ ഒത്തിരി ഉള്ളവർക്ക് പെട്ടെന്ന് തന്നെ പ്രായം കൂടിപ്പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും പുരുഷന്മാർക്ക് ഒരു കഷണ്ടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വയസ്സാകും. അപ്പോൾ നമ്മൾ മുടി കൊഴിച്ചിൽ ഒഴിവാക്കാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യണം. ഇപ്പോൾ പുതിയ തരത്തിലുള്ള PRP, GFC പോലുള്ള ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അതായത് നമ്മൾ ഈ എണ്ണയും അതുപോലുള്ള സ്പ്രേകളും മരുന്നുകളും ഒക്കെ തലയിൽ തേക്കുന്നത് നമ്മൾ ഗ്രോത്ത് ഫാക്ടേഴ്സിനെ നമ്മുടെ സ്കാൽപ്പിൽ കൂടുതലായിട്ട് സപ്ലൈ ചെയ്യാനായിട്ടും അതുവഴി മുടി വളർച്ച കൂട്ടാനായിട്ടുമാണ്. അതിന് പകരം നമ്മുടെ തന്നെ പ്ലാസ്മ ബ്ലഡിൽ നിന്നുള്ള ഗ്രോത്ത് ഫാക്ടേഴ്സിനെ സെപ്പറേറ്റ് ചെയ്തെടുത്ത് അത് തന്നെ നമ്മൾ തലയിലോട്ട് നേരിട്ട് കൊടുക്കുന്നതിനെയാണ് PRP, പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അതുപോലെ GFC, ഗ്രോത്ത് ഫാക്ടർ കോൺസെൻട്രേറ്റ് ആയിട്ട് തന്നെ നമ്മൾ കൊടുക്കുന്നതിനെയാണ് GFC ട്രീറ്റ്മെൻറ്റ്. ഇത് എടുക്കുന്നതിലെ ട്യൂബിലുള്ള വ്യത്യാസമാണിത്. അപ്പം മുടി കൊഴിച്ചിൽ ഒഴിവാക്കാനായിട്ട് ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. ഒരു തരത്തിലും മുടി കൊഴിച്ചിൽ നിൽക്കുന്നില്ല, ഫുൾ കഷണ്ടി ആയി പോയിട്ടുണ്ടെങ്കിൽ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ വളരെ സക്സസ്ഫുള്ളായിട്ട് ചെയ്യുന്ന സെൻറ്റേഴ്സ് ഉണ്ട്. അത് വളരെ ആധികാരികമായിട്ട് തന്നെ അതിന് യോഗ്യതയുള്ള ഡോക്ടേഴ്സിൻ്റെ അടുത്ത് തന്നെ പോയി അത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പ്രായം എല്ലാവർക്കും ആക്കും. ഇപ്പം പലരും പറയാറുണ്ട് ഈ പെട്ടെന്ന് പ്രായമായതുപോലൊരു തോന്നൽ. കാരണം മുട്ടുവേദനയോ കാലുവേദനയോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ശരീരം അതിനനുസരിച്ച് എത്തത്തില്ല. നമ്മൾ മനസ്സെത്തുന്നതിനനുസരിച്ച് ശരീരം നമ്മൾ റിയാക്ട് ചെയ്യാതെ റെസ്പോണ്ട് ചെയ്യാതെ വരും. അതുപോലെ കുറച്ച് നടക്കുമ്പോഴത്തേക്കും തന്നെ കിതപ്പുണ്ടാവുക. നമ്മൾ ലങ് ഫങ്ഷൻ കപ്പാസിറ്റിയൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ പൾമണറി ഫങ്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റുണ്ട്, ശ്വാസകോശത്തിൻ്റെ കപ്പാസിറ്റി നോക്കുന്നത്. അത് പലപ്പോഴും ശ്വാസകോശത്തിൻ്റെ പ്രായമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ 40 വയസ്സുള്ള ഒരാൾക്ക് ചിലപ്പോൾ 60 വയസ്സിൻ്റെ ശ്വാസകോശമായിട്ടും ഉണ്ടാവുക. അപ്പോൾ PFT ടെസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുമ്പോൾ നമുക്കതറിയാം. അപ്പോൾ പ്രായമാകുന്ന തന്നെ പലതരത്തിൽ നമുക്ക് പറയാം. ക്രോണോളജിക്കൽ ഏജിങ്, അത് എത്ര വയസ്സായി, നമ്മൾ ജന്മം കഴിഞ്ഞിട്ട് എത്ര വർഷമായി എന്നുള്ളതാണ് ക്രോണോളജിക്കൽ ഏജിങ്.
രണ്ടാമത്തത് ബയോളജിക്കൽ ഏജിങ് എന്ന് പറയുന്നു. അപ്പം നമുക്ക് ചിലപ്പോൾ ഒരു 50 വയസ്സുണ്ടാവും, പക്ഷേ നമ്മുടെ ശരീരത്തിന് ഒരു 30 വയസ്സായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 60 വയസ്സായിരിക്കും. അപ്പം ശരീരം ഏജ് ചെയ്യുന്നത്, ഏജിങ് പ്രോസസ്സ് എന്ന് പറയുന്നത് പലർക്കും പല രീതിയിലായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും ഒക്കെ ഉണ്ടാകുന്നത് ഈ പറയുന്ന ബയോളജിക്കൽ ഏജിങ് പല തരത്തിലായിരിക്കും. മൂന്നാമത്തെ ഒന്ന് സൈക്കോളജിക്കൽ ഏജിങ് ആണ്. അതായത് നമ്മുടെ മനസ്സുകൊണ്ടുള്ള ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ എന്ന് പലപ്പോഴും നമ്മളൊരു കോട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിൽ എത്ര പ്രായമുണ്ട് എന്നുള്ളതാണ് സൈക്കോളജിക്കൽ ഏജിങ് കൊണ്ട്. നമ്മുടെ മനസ്സിൽ എപ്പോഴും സന്തോഷമായിട്ടിരുന്നാൽ, നമുക്ക് നല്ല ഹാപ്പി ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കാനുള്ള സംഗതികൾ നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്തെന്നാൽ, മെഡിറ്റേഷനും എക്സസൈസും പോലുള്ള കാര്യങ്ങളും. ഇപ്പോൾ ഹാപ്പി ഹോർമോൺസ് എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാവർക്കും അറിയാം, ഡോപ്പമൈൻ, സൈറ്റോകൈൻ, സെറോട്ടോണിൻ തുടങ്ങിയവയും എക്സസൈസിൽ നിന്നുണ്ടാകുന്ന എൻഡോർഫിൻസും ഒക്കെ നമുക്ക് പ്രായം കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന ഹാപ്പി ഹോർമോൺസാണ്. അതേപോലെ തന്നെ സ്ത്രീകൾക്ക്, അമ്മമാർക്ക് ഒക്കെ ഈ മെനോപോസിനോട് അനുബന്ധിച്ചുണ്ടാകുന്ന ഹോർമോണൽ ഇംബാലൻസും ഒക്കെ പ്രായം കൂട്ടാനായിട്ട് കാരണമാകും. അപ്പോൾ ഇതെല്ലാം അസുഖങ്ങളും ഇതിനകത്തൊരു പ്രധാനപ്പെട്ട ഫാക്ടറാണ്. കൂടാതെ സൈക്കോളജിക്കൽ ഏജിങ്ങിന് നമ്മുടെ മനസ്സിൻ്റെ സന്തോഷം, ഹാപ്പി ഹോർമോൺസിൻ്റെ അളവ്, ഇതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ പലപ്പോഴും നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നത്, പെരുമാറുന്നത്, ഇപ്പോൾ ചെറിയ കാര്യങ്ങൾക്ക് പോലും ടെൻഷൻ അടിക്കുന്നവർക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് പറയുന്നത്. നിസ്സാര കാര്യങ്ങൾക്ക് പൊട്ടിത്തെറിക്കുന്നവർക്ക് അവരുടെ BP പെട്ടെന്ന് കൂടും. അതുപോലെ തന്നെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നാണ് പുതിയ പഠനങ്ങൾ കാണിക്കുന്നത്. അത് സത്യവുമാണ്. പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നത്, എന്ത് കാര്യത്തിനും ദേഷ്യപ്പെടുന്നത്. ഇപ്പോൾ വഴിയിൽ ഒരു ഡ്രൈവർ വഴി തെറ്റിച്ച് വന്നാൽ, റോങ് സൈഡ് കയറി വന്നാൽ, ഓവർടേക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ ചെറിയ മുട്ടോ തട്ടോ പറ്റിക്കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ പെട്ടെന്ന് പ്രായമാകും. അത് സൈക്കോളജിക്കൽ ഏജിങ്ങിൻ്റെ ഭാഗമാണ്. അപ്പോൾ നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കുക, നല്ല സോഷ്യൽ റിലേഷൻഷിപ്സ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ സൈക്കോളജിക്കൽ ഏജിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ. അപ്പോൾ ഈ ഏജിങ് ക്രോണോളജിക്കലുണ്ട്, സൈക്കോളജിക്കലുണ്ട്, ബയോളജിക്കൽ ഏജിങ് ഉണ്ട്. ഇത് മൂന്നും കറക്റ്റായിട്ട് നമുക്ക് നിലനിർത്താനായിട്ട് സാധിക്കുവാണെങ്കിൽ നമുക്ക് എന്നും ചെറുപ്പമായിട്ടിരിക്കാം. ഇപ്പോൾ ചിലരൊക്കെ ഗ്രേസ്ഫുള്ളി, വളരെ ഗ്രേഷ്യസ്ലി ഏജിങ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവരെയൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്കും ഉള്ളിലൊരു സന്തോഷമാണ്. എത്ര പ്രായമായിരുന്നാലും 80 90 വയസ്സുള്ള ആൾക്കാരാണെങ്കിലും അവർ നല്ല പുഞ്ചിരി സമ്മാനിക്കുമ്പോൾ അവർ എന്നും ചെറുപ്പമായിട്ടിരിക്കുന്നത് നമുക്ക് തന്നെ ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നതാണ് നമ്മുടെ സക്സസ്. നമ്മൾ എത്ര പ്രായം വരെ ജീവിച്ചെന്നാലും അതുവരെയും നമുക്ക് ആരോഗ്യകരമായിട്ടുള്ള ജീവിതം, നമ്മൾ ഡോണ്ട് ആഡ് ഇയേഴ്സ് ടു യുവർ ഏജ്, ഇയേഴ്സ് ടു യുവർ ലൈഫ്, ബട്ട് ഗീവ് ലൈഫ് ടു യുവർ ഇയേഴ്സ് എന്നൊരു കോട്ട് പറയാറുണ്ട്. ഇപ്പോൾ ഏറ്റവും പ്രധാനം നമ്മൾ വണ്ണം ഒത്തിരി വെക്കാതെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. വെയിറ്റ് നമ്മൾ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു പോകണം. ബോഡി മാസ് ഇൻഡെക്സ് 20 to 25 മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. വണ്ണം കൂടുന്തോറും പെട്ടെന്ന് നമുക്ക് പ്രായമാകും. അവിടെ ഇവിടെയെല്ലാം ഓരോ മടക്കുകളുണ്ടാകും. നമുക്ക് പലതരത്തിലുള്ള അസുഖങ്ങളും അതിൻ്റെ കൂടെ ആവും. ലൈഫ് സ്റ്റൈൽ ഡിസീസസ് പിടിപെടും. അപ്പോൾ ഡയബറ്റീസ് വന്നു കഴിഞ്ഞാൽ ആ ഒരു ഒറ്റ കാരണം കൊണ്ട് തന്നെ നമുക്ക് ക്ഷീണവും പ്രായവും ഒക്കെ കൂടും. അതുകൊണ്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങളെ അപ്പോൾ തന്നെ ക്ലിയർ ആക്കി കൊണ്ടുപോവുക. നമുക്ക് അസുഖങ്ങൾ പിടിപെടാതെ മാക്സിമം നോക്കുക. ഷുഗർ, കൊളസ്ട്രോള്, തൈറോയിഡ്, BP തുടങ്ങിയവയെല്ലാം നമ്മൾ 2 മാസം കൂടുമ്പോഴെങ്കിലും ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ചും ഒരു 30-40 വയസ്സ് കഴിഞ്ഞിട്ടുള്ളവർക്ക്. ഇപ്പോൾ വളരെ ഏർലി സ്റ്റേജിൽ, ഒരു ടീനേജ് പ്രായത്തിൽ തന്നെ ടൈപ്പ് 2 ഡയബറ്റിസ്, ഇൻസുലിൻ റെസിസ്റ്റൻസ് കൊണ്ടുണ്ടാകുന്ന പ്രമേഹം പിടിപെടുന്നതായിട്ട് കാണാറുണ്ട്. അപ്പോൾ നമ്മൾ വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ ഫാസ്റ്റ് ഫുഡ് സംസ്കാരത്തിൽ വരുന്നത് കൊണ്ട് ഇതുപോലുള്ള അസുഖങ്ങൾ പിടിപെട്ടെന്നാൽ അവർക്ക് വളരെ പെട്ടെന്ന് പ്രായമാവും. ഈയിടെ 13 വയസ്സുള്ളൊരു ആൺകുട്ടിയെ എൻ്റെ അടുത്ത് കൊണ്ടുവന്നിരുന്നു. അവന് 120 കിലോ ഭാരമുണ്ട്. ഭയങ്കരമായ സൈസാണ്. അപ്പോൾ ഹോർമോൺ ലെവലിൽ നോക്കിയപ്പോൾ പോലും ടെസ്റ്റോസ്റ്ററോൺ ലെവൽ കുറവാണ്. അവന് രോമവളർച്ച ഉണ്ടായിട്ടില്ല. അപ്പോൾ ആവശ്യത്തിന് പ്രായം അവന് തോന്നിക്കുന്നില്ല എന്ന് മാത്രമല്ല, പക്ഷേ ഈ ജയൻറ്റ് സൈസ് കാരണം ആകമൊത്തം ഒരു ഡിസ്മോർഫിക് അപ്പിയറൻസും ഒരു ഹോർമോണൽ ഇംബാലൻസും ആദ്യ കാഴ്ചയിൽ തന്നെ ആർക്കും തോന്നും. നമ്മൾ ഏത് ഒരു സംഗതിയാണെങ്കിലും, നമ്മൾ ഒരു പുതിയ TV വാങ്ങിക്കുവാണെങ്കിൽ, ഒരു ഫ്രിഡ്ജ് വാങ്ങിക്കുവാണെങ്കിൽ, ഒരു AC വാങ്ങിക്കുവാണെങ്കിൽ അതിന് റൊട്ടീനായിട്ട് സർവീസ് നടത്തുക, അതിൻ്റെ ഫിൽറ്റർ മാറ്റുക. ഇപ്പോൾ നമ്മളൊരു കാർ വാങ്ങിക്കുവാണ്, അതിന് കൃത്യമായിട്ടുള്ള സർവീസിങ് ചെയ്യുക എന്നുള്ളത് നമ്മൾ വളരെ ശ്രദ്ധയോടെ തന്നെ പരിപാലിക്കാറുണ്ട്. പക്ഷേ നമ്മുടെ ശരീരത്തിൻ്റെ പരിപാലനം നമ്മൾ കൃത്യമായിട്ട്
നോക്കുന്നുണ്ടോ എന്നുള്ളത് സംശയകരമാണ്. അതേപോലെ ഈ സോഷ്യൽ റിലേഷൻഷിപ്സിന് നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു പരിഗണന കൊടുക്കുക എന്നുള്ളതാണ്. ഈ വർക്ക് ലൈഫ് ബാലൻസ് കൃത്യമായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോയില്ലെങ്കിൽ നമ്മളെ വെച്ച് കോർപ്പറേറ്റ് കമ്പനികൾ ഒരുപാട് പൈസ ഉണ്ടാക്കുന്നു. ഈ ഷുഗർ കെയിൻ ജ്യൂസ് ഉണ്ടാക്കുന്നത് പോലെ നമ്മളെ പിഴിഞ്ഞ് അവർ ജ്യൂസ് എടുത്തുകൊണ്ട് പോകും. നമുക്ക് അവസാനം ഈ ചണ്ടി മാത്രമായിട്ടായിരിക്കും ബാക്കി കിട്ടുക. അപ്പോൾ അതുപോലുള്ള കാര്യങ്ങളും ഇപ്പോൾ ഇതുപോലുള്ള സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ലൈഫ് ഉള്ളപ്പോഴത്തേക്കും അതിൽ നിന്ന് മാറാനായിട്ട് പുകവലി, മദ്യപാനം തുടങ്ങിയ സംഗതികളും ഇപ്പോൾ അതിനേക്കാൾ കൂടിയ ഡ്രഗ്സും ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സും ആകെ തളർന്നു പോകും, ശരീരവും ആകെ ശോഷിച്ചു പോകും. അതിനുശേഷം മുഖത്തെല്ലാം ചുളിവുകൾ വരും. അവർക്ക് ഈ കറുപ്പ് നിറം, പിഗ്മെൻറ്റേഷൻ ഇതെല്ലാം അതിൻ്റെ കൂടെ തന്നെ വരും. ചിലർ അതേസമയം ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് ഉണ്ടാകും. പലപ്പോഴും പല ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുമ്പോഴത്തേക്കും വിശപ്പ് കുറഞ്ഞു പോകുമെന്ന് പറയാറുണ്ട്. അതുപോലെ നമ്മുടെ ലൈംഗിക ശേഷി തന്നെ കുറഞ്ഞു പോകാറുണ്ട്. ഈ പ്രത്യേകിച്ചും കഞ്ചാവ് പോലുള്ള കാര്യങ്ങളും ഒക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്കും നമ്മുടെ സ്പേം മോട്ടിലിറ്റി, സ്പേം കൗണ്ട് കുറഞ്ഞു പോകാനായിട്ടും കുട്ടികൾ ഉണ്ടാകാതെ വരാനും, ഈ കുട്ടികൾ ഉണ്ടാകുമ്പോൾ തന്നെ കൺജനിറ്റൽ അബ്നോർമാലിറ്റീസ്, ജന്മനാ തന്നെ ഉള്ള ഓരോ പ്രശ്നങ്ങൾ, അത് ഇപ്പോൾ സ്ത്രീകളും പുരുഷന്മാരുമൊക്കെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ കൺജനിറ്റൽ അബ്നോർമാലിറ്റീസ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അതുപോലെ പലപ്പോഴും മദ്യപിക്കുന്നത് നല്ല ഉറക്കം കിട്ടാനൊക്കെ ആയിട്ടാണ്. നമ്മൾ ഒരു കാര്യം ഓർക്കുക, മദ്യപിക്കുമ്പോൾ നമുക്ക് നല്ല ഉറക്കമല്ല കിട്ടുക, ബോധം കെട്ടു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ബോധം കെട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ ഉറക്കം ശരിയാകാതെ പോകും, നമ്മുടെ ശ്വാസോച്ഛ്വാസം അവിടെ കറക്റ്റാകാതെ പോകും. അതുകൂടാതെ നമുക്ക് അതുമൂലമുണ്ടാകുന്ന മറ്റ് തരത്തിലുള്ള പ്രശ്നങ്ങൾ, പകൽ മുഴുവൻ ഒരു ഉദാസീനത, തളർച്ച, ക്ഷീണം, നമുക്ക് നന്നായിട്ട് ജോലി ചെയ്യാൻ പറ്റാതെ വരും. ഇതെല്ലാം ഇതിൻ്റെ കൂടെ ഭാഗമായിട്ട് ഒരു പാക്കേജായിട്ട് നമുക്ക് കിട്ടും. അതുകൊണ്ട് ലഹരി പദാർത്ഥങ്ങളെ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. നമുക്ക് ടെൻഷനോ സ്ട്രെസ്സോ ഉണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള അതിന് യോഗ്യതയുള്ള ആൾക്കാരുടെ അടുത്ത് സൈക്കോളജിക്കൽ കൗൺസിലിംഗ് ആയിട്ടോ ആവശ്യമെങ്കിൽ അതിനുള്ള മരുന്നായിട്ടോ ഉപയോഗിക്കുക. ഇപ്പം നമ്മളൊക്കെ പണ്ട് സിനിമ കാണുന്നത് പോലെ ഉറക്ക ഗുളിക കഴിച്ചിട്ട് ആത്മഹത്യ ചെയ്യാനൊന്നും ഇന്നത്തെ കാലത്ത് പറ്റില്ല. പണ്ടത്തെ രീതിയിലുള്ള ക്ലോറോഫോം പോലുള്ള സംഗതികളൊക്കെ ഉപയോഗിക്കുമ്പോൾ അങ്ങനെയൊക്കെ പറ്റുമായിരുന്നിരിക്കാം. പക്ഷേ ഇപ്പോഴത്തെ മരുന്നുകളൊക്കെ നമുക്ക് നല്ല ഉറക്കം സ്മൂത്ത് ആകാനായിട്ടും സ്ലീപ്പ് ഇൻഡ്യൂസേഴ്സായിട്ട് ഉറക്കത്തിലേക്കൊന്ന് തള്ളിവിടുക മാത്രം ചെയ്യുന്ന രീതിയിലുള്ള പുതിയ തരത്തിലുള്ള മരുന്നുകളുണ്ട്. അത് ഒരു തരത്തിലുള്ള സൈഡ് എഫക്റ്റും ഉണ്ടാകത്തില്ല. നമ്മൾ ഉറങ്ങാതിരിക്കുമ്പോഴാണ് നമുക്ക് അതിൽ നിന്നുള്ള പ്രശ്നം ഉണ്ടാകുന്നത്. ഈ അസുഖങ്ങളെയാണ് നമ്മൾ പേടിക്കേണ്ടത്. മറിച്ച് ഈ മരുന്നുകൾ കൃത്യമായിട്ടുള്ള ഡോസേജിൽ ഉപയോഗിച്ചെന്നാൽ അതിന് ഒരു കുഴപ്പം ഉണ്ടാവില്ല. ഡോസേജ് കൂടിപ്പോവുകയോ, അത് ഈ മരുന്നിന് മാത്രമല്ല, നമ്മൾ ഉപയോഗിക്കുന്ന ലഹരി പദാർത്ഥങ്ങളും ഈ ഡോപ്പമിൻ സർജ് കിട്ടാൻ വേണ്ടി ഡോസ് കൂട്ടി കൊണ്ടുവരും. അവസാനം എത്ര പെഗടിച്ചെന്നാലും എത്ര സിഗരറ്റ് വലിച്ചെന്നാലും ആ ഡോപ്പമിൻ കിട്ടാതെ വരികയും അതിനോട് അടിമത്തം ഉണ്ടാവുകയും ചെയ്യുകയാണ് സാധാരണ മാനസിക രോഗങ്ങളിലൊക്കെ ഉണ്ടാകുന്നത്. നമ്മൾ പണം കൊടുത്ത് മാനസിക രോഗം വിലയ്ക്ക് വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം നമ്മുടെ പ്രായത്തെ, നമ്മുടെ ഏജിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്ന സംഗതി തന്നെയാണ്. അപ്പോൾ മുടി കൊഴിച്ചിൽ ഒഴിവാക്കാനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പ്രത്യേകമായിട്ട് നോക്കണം. കാരണം മുടി പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പ്രായമാകും. അതിന് നമ്മൾ IG ലെവൽ നോക്കുക. IG ലെവൽ കൂടുതലാണെങ്കിൽ അലർജി ഉണ്ട് എന്നുള്ളതാണ്. അലർജിക്ക് കാരണമാകുന്ന കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ കൃത്യമായ ഒരു അലർജി സ്കിൻ പ്രിക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അത് നമ്മൾ ബ്ലഡിലൊന്നും ടെസ്റ്റ് ചെയ്ത് നോക്കി കണ്ടുപിടിക്കാൻ പറ്റില്ല. പ്രോട്ടീൻ അലർജിയാണ് ഡാൻഡ്രഫിലേക്കും സ്കാൽപ്പ് ഡ്രൈനെസ്സിലേക്കും ഒക്കെ ഉണ്ടാവുക. അതുപോലെ തന്നെ സ്കിന്നിൽ കുരുക്കളുണ്ടാവുക, ഈ കരിവാളിപ്പുണ്ടാവുക, അതിനും അലർജി ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. നമ്മുടെ സമൂഹത്തിൽ ഒരു 30% ആൾക്കാർക്കെങ്കിലും IG ലെവൽ കൂടി ഇരിക്കുന്ന അലർജി ഉണ്ടാകാറുണ്ട്. അതുപോലെ പലതരത്തിലുള്ള ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങൾ, ഇപ്പോൾ ഹഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ്, റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, SLE തുടങ്ങിയ അസുഖങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് തരത്തിലുണ്ട്. അത് ആമവാദം, സന്ധിവാദം, രക്തവാദം എന്നൊക്കെ പേരുകളിൽ പലതരത്തിൽ അത് നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇതെല്ലാം നമ്മൾ പെട്ടെന്ന് പ്രായമാക്കുന്നതാണ്. ഈ അസ്ഥികളൊക്കെ കോടിപ്പോകുന്ന, ജോയിൻസൊക്കെ ആകെ കോടി നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് ആകുന്നതിന് മുൻപ് അത് കൃത്യമായിട്ട് കണ്ടുപിടിച്ച് നമ്മളത് ട്രീറ്റ് ചെയ്ത് അത് നല്ല കൺട്രോളിൽ കൊണ്ടുപോകുകയാണെങ്കിൽ ഒരു കുഴപ്പം ഉണ്ടാകത്തില്ല. ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങൾ പലപ്പോഴും ക്യൂർ ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുക. എന്നാൽ പല അസുഖങ്ങളും നമുക്ക് ഇപ്പോൾ ഉള്ള നൂതന ചികിത്സ വഴി അത് പൂർണ്ണമായിട്ടും തന്നെ ഭേദമാക്കാനായിട്ട് കഴിയും. അലർജി നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറയുന്ന ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അത് ഫുള്ളായിട്ട് ക്യൂർ ചെയ്യാനുമായിട്ട് പറ്റും. അത് മുഖസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, സ്കിന്നിൻ്റെ പ്രശ്നങ്ങൾ ഒക്കെ മാറ്റാനായിട്ട് അതുകൊണ്ട് കഴിയും. അതുപോലെ ശ്വാസകോശ രോഗങ്ങൾ, മൂക്കടപ്പ്, തുമ്മൽ,
നമ്മൾ ശ്വാസോച്ഛ്വാസം നന്നായിട്ട് നടത്തിയില്ലെങ്കിൽ, നല്ല ഫ്രഷ് എയർ നമുക്ക് കിട്ടിയില്ലെങ്കിൽ, ഓക്സിജൻ കിട്ടിയില്ലെങ്കിൽ, അതിന് കാരണമാകുന്ന അസുഖങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അത് കൃത്യമായി ട്രീറ്റ് ചെയ്ത് എത്രയും നേരത്തെ തന്നെ മാറ്റിയെന്നാൽ നമുക്ക് ഈ ഏജിങ് പ്രോസസ്സിന് അത്ര കണ്ട് നമുക്ക് ഹിൻഡർ ചെയ്യാനായിട്ട്, സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ നമുക്ക് ആന്തരികമായിട്ടുള്ള പല അസുഖങ്ങൾ, ഉദര സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, ഫാറ്റി ലിവർ പോലുള്ള പ്രശ്നങ്ങൾ ഒക്കെ നമുക്ക് ഈ സ്കിന്നിൽ പ്രശ്നങ്ങളുണ്ടാക്കാം, ചൊറിച്ചിലുണ്ടാക്കാം, സ്കിന്നിൽ റാഷസ് ആയിട്ടോ പിഗ്മെൻറ്റേഷൻ ആയിട്ടോ ഉണ്ടാക്കാം. നമ്മുടെ ഡൈജഷൻ പ്രോപ്പർ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ നല്ല ബാക്ടീരിയയുടെ അളവ് കൂട്ടാനായിട്ട് ഉള്ള പ്രോബയോട്ടിക് സപ്ലിമെൻ്റ് എടുക്കേണ്ടതായിട്ട് വരും. അപ്പം അത് എടുത്ത് നമ്മുടെ വയറിൻ്റെ പ്രവർത്തനവും കറക്റ്റായില്ല എന്നുണ്ടെങ്കിൽ, ശോധന കറക്റ്റായിട്ടില്ലെന്നുണ്ടെങ്കിൽ, ഡൈജഷൻ പ്രോപ്പറായിട്ടില്ലെങ്കിൽ, ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിൽ ഒക്കെ നമുക്ക് പ്രായം കൂടുതലായിട്ടുണ്ടാകാം. അതേപോലെ നമുക്ക് 6 മാസത്തിലൊരിക്കലെങ്കിലും കുടുംബത്തിലെല്ലാവർക്കും ഒരു ഡീവേമിങ്, അത് ഞാൻ പലപ്പോഴും കൊടുക്കുക ആൽബൻഡസോൾ ഐവർമെക്റ്റിൻ കോമ്പിനേഷനാണ്. അതായത് പുഴു ശല്യം അല്ലെങ്കിൽ വിരകൾ പോലുള്ള പലതരത്തിലുള്ള വിരകളുണ്ട്. ഇതെല്ലാം 6 മാസത്തിലൊരിക്കലെങ്കിലും നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് എല്ലാവർക്കും ഒന്ന് ഡീവേമിങ് ചെയ്ത് നമ്മളത് ക്ലിയർ ആക്കിയിരിക്കണം. അതേപോലെ നമുക്ക് ഡെയിലി സ്കിന്നിന് റൊട്ടീനായിട്ടുള്ള ഒരു കെയർ കൊടുക്കണം. അത് നമ്മൾ നിർബന്ധമായിട്ട് ഉപയോഗിക്കേണ്ട 2 സംഗതികളാണ്. ഒന്ന് മോയ്സ്ചറൈസർ, 2 സൺസ്ക്രീൻ. കുളി കഴിയുന്ന ഉടനെ തന്നെ മോയ്സ്ചറൈസർ നമ്മൾ ദേഹത്ത് എല്ലായിടത്തും ഉപയോഗിക്കാവുന്നതാണ്. സൺസ്ക്രീൻ നിർബന്ധമായിട്ടും വെയിലത്തെയൊക്കെ ഇറങ്ങുന്നതിന് ഒരു 10 മിനിറ്റ് മുമ്പ് എടുക്കുക. ഒരുപാട് കരിവാളിപ്പോ, മെലാസ്മ പോലുള്ള പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ സൺസ്ക്രീൻ 3-4 തവണ 2 മണിക്കൂർ ഇടവിട്ട് വേണമെങ്കിലും ഉപയോഗിക്കേണ്ടി വരും. അതേപോലെ ഹൈഡ്രാഫേഷ്യൽ പോലുള്ള പുതിയ തരത്തിലുള്ള മെഡിസിനൽ ഹൈഡ്രാഫേഷ്യൽസ് ഉണ്ട്. നമുക്ക് ന്യൂട്രീഷൻ ഇൻഫ്യൂസ് ചെയ്യാവുന്ന രീതിയിലുള്ള പുതിയ തരത്തിലുള്ള മെഷീനറീസും അവൈലബിൾ ആണ്. അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചും നിങ്ങളുടെ ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കുക. നമുക്ക് ചെറിയ കരിവാളിപ്പോ ഒക്കെ ഇത് തുടക്കത്തിൽ തന്നെ ഇത് ചെയ്തെന്നാൽ, നമ്മൾ റൊട്ടീനായിട്ടുള്ള അതിനുള്ള സ്കിൻ കെയർ കൊടുത്തെന്നാൽ നമുക്ക് ഈ പ്രശ്നങ്ങളെല്ലാം തുടക്കത്തിലെ തന്നെ പരിഹരിക്കാൻ പറ്റും. ഒരുപാട് മുടിയെല്ലാം പോയി മുഖത്തെ എല്ലാ കരിവാളിപ്പും വന്നു കഴിഞ്ഞിട്ട് ഒരിക്കലും നമുക്കത് തിരിച്ച് കൊണ്ടുവരാൻ പറ്റില്ല. മൂന്നാമത്തെ കാര്യം, നമ്മൾ നല്ല വൈറ്റമിൻ സപ്ലിമെൻറ്റ്സ് എടുക്കുക എന്നുള്ളതാണ്. ഞാൻ ഡെയിലി എടുക്കുന്ന സപ്ലിമെൻറ്റ്സാണ് വൈറ്റമിൻ എ, വൈറ്റമിൻ സി, വൈറ്റമിൻ D3, സിങ്ക് തുടങ്ങിയ മിനറൽസ്, സെലനിയം പോലുള്ള മിനറൽസ്, കൂടാതെ വൈറ്റമിൻ ഇ, ഒമേഗ 3. ഇത് എല്ലാം ഓരോരോ ഗുളികയായിട്ട് കഴിക്കേണ്ട കാര്യമില്ല. ഇത് 4-5 വൈറ്റമിൻസ് അടങ്ങിയിട്ടുള്ള ച്യൂവബിൾ ടാബ്ലറ്റ് കുഞ്ഞുങ്ങൾക്ക് പോലും കഴിക്കാവുന്ന രീതിയിലുണ്ട്. നമുക്ക് നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെ ഉണ്ടാകാവുന്ന ഫ്രൂട്ട്സിൽ നിന്ന് അത് കഴിക്കാൻ പറ്റുവാണെങ്കിൽ വളരെ നല്ലത്. നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിൽ പലതിലും വിഷമയമാണെന്നുള്ളത് നമുക്ക് തന്നെ അറിയാം. അപ്പോൾ പേരയ്ക്ക പോലുള്ള, ചാമ്പങ്ങ പോലുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ നട്ട് വളർത്താവുന്നതാണ്. ഗാർഡനിങ്ങും അതുപോലുള്ള ഹോബീസുമൊക്കെ നമ്മുടെ മനസ്സിൻ്റെ പ്രായം കുറയ്ക്കാനായിട്ടും വളരെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ പാചകം, ഇന്നസെൻ്റ് ഒരു സിനിമയിൽ പറഞ്ഞ പോലെ എനിക്ക് വിഷമം തോന്നുമ്പോഴൊക്കെ ഓരോ പപ്പടം അങ്ങ് പൊള്ളിക്കും. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമ്മുടെ സന്തോഷം ഇരട്ടിയാകുമെന്ന്. അപ്പോൾ ഈ ആക്റ്റീവ് ഏജിങ്ങിനെ നമുക്ക് കുറയ്ക്കാനായിട്ട് ഈ പറയുന്ന സപ്ലിമെൻറ്റ്സും നമുക്ക് അത്യാവശ്യമാണ്. പലപ്പോഴും ഈ ബയോ അവൈലബിൾ ഫോമിൽ നമുക്ക് കിട്ടിയെന്ന് വരത്തില്ല ഭക്ഷണത്തിൽ. അതുകൊണ്ടാണ് പലപ്പോഴും ടാബ്ലറ്റ്സ് ആയിട്ട് ഞാൻ പോലും എടുക്കാറുള്ളത്. ഇപ്പോൾ മഞ്ഞളിൻ്റെ എല്ലാ ഗുണങ്ങളും അടങ്ങിയിട്ടുള്ള ഒന്നാണ് കുർക്കുമിൻ. പക്ഷേ ഈ കുർക്കുമിൻ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു 100 ഗ്രാം കുർക്കുമിൻ മഞ്ഞൾ വാരി തിന്നാലേ അതിനകത്തുനിന്ന് നമുക്ക് ഒരു 2 ഗ്രാംസ് എങ്കിലും കുർക്കുമിൻ കിട്ടത്തുള്ളൂ. അത് പലപ്പോഴും നമുക്ക് സാധ്യമായിട്ടില്ല. അത് വയറിനും പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ ഈ കുർക്കുമിൻ എന്ന ആക്റ്റീവ് ഇൻഗ്രീഡിയൻറ്റ് ഗ്രീൻ കോഫി എക്സ്ട്രാക്റ്റുമായിട്ട് ചേർന്നിട്ടുള്ള കുർഫി, അത് ഞാൻ ഡെയിലി 3-4 കപ്പ് കുടിക്കാറുണ്ട്. അത് നമ്മുടെ ചർമ്മത്തിന് ഗുണം ചെയ്യും. ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് എല്ലാം കുറയ്ക്കാനായിട്ട് സഹായിക്കും. കുർഫി എന്ന പേരിൽ നമുക്ക് വളരെ ഡെലീഷ്യസ് ആയിട്ട് തന്നെ കോഫി. അതുപോലെ പാല്, പഞ്ചസാര പോലുള്ള സാധനങ്ങൾ ഒരുപാട് ഉപയോഗിക്കാതിരിക്കുക. പഞ്ചസാര ഇല്ലാത്ത, ഇനി പഞ്ചസാര മധുരം വേണമെന്ന് നിർബന്ധമാണെങ്കിൽ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ് അല്ലാത്ത രീതിയിലുള്ള 0 കാലറി സ്വീറ്റ്നസ് ഉണ്ട്. സ്റ്റീവിയ പോലുള്ള ഒരു ഇലയാണ്, അത് വെച്ചിട്ട് നമുക്ക് മധുരം കൊടുക്കാവുന്നതാണ്. ഇരട്ടി മധുരം പോലുള്ള സാധനങ്ങളുണ്ട്. നമുക്ക് വളരെ ഫ്രീ ആയിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് 0 കാലറി സ്വീറ്റ്നറായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ എക്സസൈസ് എന്ന് പറയുന്നത് എൻഡോർഫിൻസ് ഉണ്ടാകാനായിട്ട് വളരെ അത്യാവശ്യമായിട്ട് നമുക്ക് ഇഷ്ടമുള്ള എക്സസൈസ് ചെയ്യാം. അത് ജിമ്മിൽ പോയി 1 മണിക്കൂർ എക്സസൈസ് ചെയ്യണമെന്നൊന്നും ഒരു നിർബന്ധമില്ല. വീട്ടിൽ തന്നെ ചെയ്യാം. നമുക്ക് എന്തെങ്കിലും വീഡിയോസ്, പാട്ടുകൾ കേട്ടിട്ട് ഡാൻസ് ചെയ്യാം. സുംബ പോലുള്ള കാര്യങ്ങൾ ചെയ്യാം. ഡാൻസിന് പോകാം. യോഗ ചെയ്യാം. നമുക്ക് ഒന്നുമല്ലെന്നുണ്ടെങ്കിൽ മുറ്റത്തൂടെ അരമണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ട്, അത് കൊന്ത ചൊല്ലിക്കൊണ്ടോ അല്ലെങ്കിൽ ബിസ്മത്തുമാല ചൊല്ലിക്കൊണ്ടോ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടോ വെറുതെ അരമണിക്കൂർ ഇളം വെയിൽ കൊണ്ടുകൊണ്ട് രാവിലെയും വൈകുന്നേരവും ഒന്ന് നടക്കുന്നത് തന്നെ
നമ്മുടെ ഈ മനസ്സിൻ്റെ പ്രായം കുറയ്ക്കാനായിട്ട് സഹായിക്കും. ഏറ്റവും പ്രധാനം വർക്ക് ലൈഫ് ബാലൻസ് ആണ്. നമ്മൾ എത്ര സ്ട്രെസ്ഫുള്ളായിട്ട് വർക്ക് ചെയ്യുന്നു, നമ്മൾ എത്ര പൈസ ഉണ്ടാക്കിയെന്നാലും ഹെൽത്ത് ഈസ് എ ബിഗ്ഗസ്റ്റ് ലക്ഷറി ഇൻ ലൈഫ് എന്ന് പറയും. നമുക്ക് ഏറ്റവും വലിയ ആഡംബരം എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഏതൊക്കെ തരത്തിൽ പൈസ ഉണ്ടാക്കിയെന്നാലും ഈ ആരോഗ്യം നഷ്ടമായെന്നാൽ പിന്നെ എത്ര പൈസ കൊടുത്തെന്നാലും അത് തിരിച്ചു പിടിക്കാൻ പറ്റാതെ വന്നേക്കും. അതുകൊണ്ട് ഒരുപാട് അങ്ങ് ഓടണ്ട. നമുക്ക് ജീവിച്ചു പോകാനുള്ളത്, നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ളത് നമ്മൾ ഉണ്ടാക്കിയാൽ മതി. അത് ഒത്തിരി കൂടുതൽ സമ്പാദിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത തലമുറ ചിലപ്പോൾ നശിച്ചു പോകാനേ അത് കാരണമാകത്തുള്ളൂ. അതുകൊണ്ട് ഒരുപാടൊന്നും സമ്പാദിക്കേണ്ട. നമ്മുടെ സന്തോഷത്തിന്, നല്ല ജീവിതത്തിന് വേണ്ടി മാത്രം ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന രീതിയിൽ നമ്മൾ സമ്പാദിച്ചാൽ മതിയാകും എന്നോർക്കുക. ഒരുപാട് ടെൻഷൻ പിടിച്ച് ഓടിയിട്ട് നമ്മൾ ഇടയ്ക്ക് വെച്ച് നമ്മുടെ ജീവിതം വഴിമുട്ടി പോകുന്ന ഒരു രീതിയിലേക്ക് അത് മാറിപ്പോകണ്ട. അപ്പോൾ എല്ലാവർക്കും നല്ല ശാരീരിക മാനസികാരോഗ്യം ആശംസിക്കുന്നു. യൗവനം നിലനിർത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ലവ് ആൻഡ് റിഗാർഡ്സ് ഡോക്ടർ ബിപിൻ ജോസ്, പൾമോ മെഡിക്കൽ സെൻറ്റർ, പാലാ, കാഞ്ഞിരപ്പള്ളി ആൻഡ് സുൽത്താൻ ബത്തേരി.